ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്കിൻ കെയർ റുട്ടീനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്കിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ ടയേർഡായിട്ട് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഫേസിലും അത് നന്നായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ എൻ്റെ ഈ ചാനലിനെയും കാണുന്നതുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അതിൽ ഓൾ എന്ന ഓപ്ഷൻ മറക്കാണ്ട് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക കേട്ടോ. അഴുക്കുള്ള ഫേസ്, അതുപോലെ തന്നെ ഇങ്ങനെ എണ്ണമയൊക്കെ ഉണ്ടാകുന്ന ഫേസ് ഉണ്ടല്ലോ, അതിലൊന്നും ഇങ്ങനെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. കാരണം നമ്മുടെ സ്കിന്നിലെ പോൾസൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്താലാണ് നമുക്ക് ഫേസ് പാക്ക് ആയാലും എന്ത് സ്കിൻ കെയർ ചെയ്യുമ്പോഴും ഉള്ളിലേക്ക് ഇങ്ങനെ പെനട്രേറ്റ് ആയിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഇടുന്നത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു ബൗൾ എടുക്കുക. ഞാൻ ഇത് ഫേസ് പാക്കിന് എടുക്കുന്ന ഒരു ബൗളാണ്. അപ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ എടുക്കുക. ഒരു മുൾട്ടാണി മിട്ടിയുടെ പൗഡറാണ് കേട്ടോ ഒരു ടീസ്പൂൺ എടുത്തേക്കണത്. ഇനി നമുക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കൂടി എടുക്കാം. അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, ഈ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. നോർമലി എനിക്ക് മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരിട്ട് ഇപ്പോൾ തന്നെ ഇടാണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ തൈരും മഞ്ഞളും കൂടി ഇടാറുണ്ട്. എങ്ങനെ ഇട്ടാലും എന്താണെന്ന് പറഞ്ഞാൽ മുഖം ആകെ ഒരു നീറി പോകുന്ന അവസ്ഥയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ വല്ല അലർജിയാണോ എന്നാൽ ഫേസിൽ വേറെ ഇങ്ങനെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ഇങ്ങനെ കളർ മാറ്റം അങ്ങനെയൊന്നും വരാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും വേറൊരു പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടാറ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളിടുമ്പോൾ, ഇത് 1/2 ടീസ്പൂൺ ഇട്ടാലും ചെറിയ രീതിയിലൊരു പുകച്ചിൽ പോലെ ഉണ്ടാകുന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഒരു ജാതി മുളക് അരച്ച ദശ പോലെ ഒരു പുകച്ചിലാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം, തൈര് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ആകുമ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ പപ്പായയുടെയും കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഓറഞ്ചിൻ്റെ ജ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആൻറ്റി ഏജിങ്, അതുപോലെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫേസ് നേരത്തെ പറഞ്ഞ പോലെ ക്ലെൻസ് ചെയ്യുക. അതിന് ശേഷം ഫേസിലോട്ട് നമ്മളിത് അത്യാവശ്യം ഒരു തിക്ക് ലെയർ, വല്ലാണ്ട് തിക്കായിട്ടുള്ള പാക്കല്ല, കുറച്ച് ലൂസാണ്. അപ്പോൾ ഒരു ലെയർ അപ്ലൈ ചെയ്യുക, പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്കിത് ഓൾസോ കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി. ഒരു ആഴ്ചയിൽ ഒരു 2-3 തവണ വേണമെങ്കിൽ ചെയ്യാം. ഒരു സ്കിൻ കെയർ റൊട്ടീൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യാറുള്ളത്. സ്കിന്നിൽ നല്ല വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്.
ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാനിപ്പം ഒരു കോട്ടൻ്റെ ഒരു ഇതേപോലെയുള്ള ഒരു മൈക്രോ ഫൈബറിൻ്റെ ഇങ്ങനെ പാക്ക് റിമൂവ് ചെയ്യണ ഒരു പാഡാണിത്. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇത് എർത്ത് റിതം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. നന്നായിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയ നല്ല സോഫ്റ്റാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പോരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൈക്രോ ഫൈബറിൻ്റെ ഒരു ടവൽ, ഫേസ് ടവൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സ്കിന്നിൽ ഇങ്ങനെ ഹാർഷായിട്ട് ഇങ്ങനെ ഉരയ്ക്കാനൊന്നും പാടില്ല. ഇതിന് ശേഷം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഫേസ്. ഇപ്പോൾ ഞാൻ ഒരു മോയ്സ്ചറൈസർ, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. പുറത്ത് പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേസ് പാക്കൊക്കെ എപ്പോഴും ഈവനിങ്ങിൽ ചെയ്യാൻ നല്ലത്. കാരണം വെയിലടിക്കുന്നത് നമുക്ക് കൂടുതൽ കരിവാളിപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെഫിനറ്റ്ലി ഇനിയിപ്പോൾ പോകേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം എന്തായാലും നമുക്കൊരു മോയ്സ്ചറൈസർ നിർബന്ധമാണ്. നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിലും മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് ഇടാം കേട്ടോ. കാരണം പോൾസൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫേസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും. ടിൽ ദെൻ ബൈ.